ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന നേരത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തലേദിവസം അരിയും ഉഴുന്നും ഒന്നും നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടും അരച്ചിട്ടും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 15 മിനിറ്റോളം നമുക്ക് മതിയാകും കേട്ടോ ഈ ഒരു അപ്പം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ റവ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ 2 ഗ്ലാസ് റവ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏത് റവ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതാ 2 ഗ്ലാസ് റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ട് എത്രത്തോളം അപ്പം വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പാക്കറ്റിലുള്ള ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂണാണ് അപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, ഓവർ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര നിർബന്ധമാണ്. അതുപോലെ തന്നെ പഞ്ചസാര നമ്മുടെ ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ ഒട്ടും മധുരമൊന്നും ഉണ്ടാവില്ല. പഞ്ചസാര ചേർത്തത് അറിയുന്നില്ല. പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കുക. നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം ഞാനിതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പം നിങ്ങൾ ആദ്യം അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് ലൂസായി പോവരുത്. അതുപോലെ തന്നെ ഇഡലി ബാറ്റർ പോലെ കട്ടിയും വേണ്ട കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ ആ 2 ഗ്ലാസ് വെള്ളത്തിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒറ്റ തവണ അരയ്ക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനിതാ മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിന്റെ ബാക്കി ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് ഞാനിതാ കുറേശ്ശെ ഞാൻ ആ ഒരു പാത്രം കൂടെ ഒന്ന് ഇതുപോലെ കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈസ്റ്റിന്റെ തരിയും ഒക്കെ ഉണ്ടാകും അതിൽ. അപ്പൊ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം അരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 2 ഗ്ലാസിന്റെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് ബാക്കി മുഴുവനും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് മാവ് ഒന്ന് 15-20 മിനിറ്റോടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ടേ. അപ്പോൾ ആ സമയത്ത് മാവ് പൊങ്ങി വരാൻ പാകത്തിനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ മാവൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഒത്തിരിയും കൂടി കട്ടിയുണ്ട്. അപ്പം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ജാറ് കഴുകി ഒഴിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മാവൊന്ന് നോക്കുക, എന്നിട്ട് മതി കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കില്ല. അതെല്ലാം മാവ് പാകമാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നമുക്ക് കൈ വെച്ചിട്ടാണെങ്കിൽ നല്ലോണം വടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ 2 തവണ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ട് പോവേണ്ട, അതുപോലെ തന്നെ വല്ലാണ്ട് കട്ടിയും പാടില്ല. അപ്പം നമ്മുടെ ഈ ഒരു അപ്പം ശരിയായി കിട്ടൂല കേട്ടോ. അപ്പം ഇനി നമുക്കിത് 15 മിനിറ്റ് ഒന്ന് വെക്കാം. സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സമയം വെക്കുക. അപ്പോൾ ഒന്നും കൂടിയൊക്കെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി മാവ് വല്ലാണ്ട് കുത്തി ഇളക്കണ്ട. നമ്മൾ ഉപ്പൊക്കെ ചേർത്തതിൻ്റെ പേരിൽ തന്നെ ഇനി ഒത്തിരി അങ്ങോട്ട് കുത്തി ഇളക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടി വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പത്തിന് വലിയ പുളിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പം ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് നമ്മുടെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അതിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പാനിൻ്റെ ചൂടൊന്ന് ലെവലാക്കി നിർത്തണം കേട്ടോ. നല്ലോണം ചൂടുണ്ടായിരുന്നു. അപ്പം ഇത്തിരി വെള്ളം ഞാൻ തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ നല്ല റെഡിക്ക് കിട്ടൂല കേട്ടോ.
ഇപ്പോഴത്തെ ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുറ്റിക്കൊന്നും വേണ്ട, നമുക്ക് ആ ഒരു പാകത്തിലാണ് ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിരുന്നു. അതിനുശേഷം ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഹോൾസൊക്കെ വന്ന് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ തന്നെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ, നമ്മൾ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനിത് അടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പാനിൻ്റെ ചൂടും ഒന്ന് ലെവലായിട്ട് കിട്ടും. നമ്മൾ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്തും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കംപ്ലീറ്റ് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയം മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് അടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഒരു തവി മാവ് തന്നെ കറക്റ്റ് ആണ് കേട്ടോ, അതിൻ്റെ ഒരു കട്ടിയും ഒക്കെ കറക്റ്റ് ആണ്. അപ്പോൾ റവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തരം പലഹാരങ്ങളും കടികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഉഴുന്നും അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കുക. ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് ഒത്തിരി കൂടെ ഒന്ന് മൊരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാണ്ട് മൊരിപ്പിക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടി മറക്കരുത്. നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പികൾ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം കണ്ടോ, ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിലുള്ള വെറൈറ്റി റെസിപ്പികളും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരിക കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.